ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കാലിക്കറ്റിലല്ല ഉള്ളത്. എൻ്റെ വീട് കാലിക്കറ്റാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ്. എൻ്റെ ഹസ്ബൻഡും ബ്രദറും ഒക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള പ്ലേസ് എൻ്റെ വീടും എൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണ്. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അത് നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചുറ്റുപാടുകളും എല്ലാം പുതിയതാണ്, ഡിഫറെൻ്റാണ് നമ്മളെ നാടിനെ വെച്ച് നോക്കുമ്പോൾ. എല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, രസമാണ് കാണാനൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റൂല, നമ്മൾ വീട്ടിലേക്ക് വേണ്ട കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓർഗനൈസ് ചെയ്യുന്നതും അൺബോക്സ് ചെയ്യുന്നതും ഒക്കെ സെറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കുറച്ച് മാസമായി ഞാൻ വീഡിയോസ് ചെയ്തിട്ടൊക്കെ. കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ വെക്കേഷനിൽ വന്നപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് പോയ സ്ഥലത്തെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനോ ഇതിലേക്കായിട്ട് ഇരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. വീഡിയോസ് എടുത്തിട്ട് കുറച്ചായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ട്രൈപോഡും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ട്രൈപോഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടാവുമല്ലോ കൊണ്ടുവരാൻ. പിന്നെ വെയിറ്റും ഒരു മെയിനായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ മാക്സിമം ട്രൈപോഡ് വെക്കാൻ നോക്കിയെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ചെറിയ ട്രൈപോഡാണ്. അത് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ആംഗിളും കാര്യങ്ങളും ഒന്നും സെറ്റാവുന്നില്ലായിരുന്നു. പിന്നെ അതിനേക്കാളും നമുക്ക് കാര്യമായിട്ട് എന്താ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. കാര്യം ഈ ഫ്ലാറ്റിലേക്ക് വന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്യാൻവാസ് കിട്ടിയ പോലെയാണ്. ഇതിൽ ഇനി നമ്മുടെ വൈബ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, പക്ഷെ അതിലെന്താ പറയണ്ടേ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൺഫ്യൂഷനും ലാഗും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡിഷ് വാഷൊക്കെ വെക്കുന്ന സംഭവമല്ലേ, അതാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ എനിക്കിഷ്ടപ്പെട്ടൊരു കളറ് ഇതായിരുന്നു. എനിക്ക് കുറച്ച് ന്യൂട്രൽ കളേഴ്സാണ് ഇഷ്ടം. പക്ഷേ നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഓർഗനൈസിങ് ബോക്സാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് വന്നപ്പോൾ ഇങ്ങനെയാട്ടോ ഉള്ളിൽ കാണാൻ. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു കളർഫുള്ളായിട്ടുള്ള ഓർഗനൈസിങ് ബോക്സ്. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വേണ്ടത്. പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെയെന്നല്ല, വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗ്രോസറീസൊക്കെ വാങ്ങിക്കാൻ പോയാൽ നമുക്ക് വേണ്ട ഏരിയകളിൽ മാത്രമാണല്ലോ പോവേണ്ടി വരിക. ബാക്കി ഇങ്ങനത്തെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അമ്മയുണ്ടല്ലോ, അമ്മ പോയിട്ട് വാങ്ങുമല്ലോ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് വേണ്ടത് നമ്മൾ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുക. ഞാനിത് വാങ്ങിക്കാൻ പോയതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാര്യം വേറെ ഒരു സ്ഥലമാണ്, നമുക്ക് ആരും അറിയൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഞാൻ വീഡിയോസ് അവിടുത്തത് എടുത്തിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണ്ട്. കിച്ചണിൽ ഇത് മാത്രമല്ലായിരുന്നു ചെയ്യാൻ, വേറെയും കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്തിട്ടും എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സെയിം തന്നെ കാണിക്കണ്ട വെച്ചിട്ട് ചുരുക്കിയതാണ്. പിന്നെ ഞാൻ കുറച്ച് ഗ്രേപ്സൊക്കെ എടുത്തിട്ട് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. വെനസ്ഡേൻ്റെ സെക്കൻഡ് കുറേ ആയി കാണാൻ വിചാരിക്കുന്നു, പക്ഷേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ഈ ഒരു ഏരിയയിൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ ഒരു ഓർഗനൈസിങ് ബോക്സിലേക്ക് മാറ്റാൻ ഞാൻ കുറേ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് നല്ല വന്നപ്പം. അപ്പോൾ ഞാൻ 2 ഓർഗനൈസിങ് ബോക്സ് അതിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കളറാണ് അവിടെ ഉള്ളതിൽ എനിക്ക് ഇഷ്ടമായത്. ഇത് ആ ബെഡ്ഷീറ്റിൻ്റെ ഫ്ലവറുമായിട്ട് മാച്ച് ആവുന്നുണ്ടല്ലേ, അത് ഞാൻ ഇപ്പോഴാണ് ഡിസ്കവർ ചെയ്യുന്നത്. ഇനി ഇവിടെ വന്ന ഫസ്റ്റ് ഡേ എനിക്ക് ഒട്ടും പറ്റാണ്ട് തോന്നിയൊരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ നിൽക്കുന്നത് നമ്മളെ നാട്ടിലത്തെ ചൂടാണ് ചൂടെന്ന്, പക്ഷേ അതൊന്നും ഒരു ചൂടേ അല്ല എന്ന് ഞാൻ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ആ എയർപോർട്ട് ഡോറ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേൺ ആവില്ല. നമ്മൾ അവിടുത്തെ ചൂടൊക്കെ നമുക്കിങ്ങനെ ഒരു തറയ്ക്കുന്ന പോലെ തോന്നുകയല്ലേ ചെയ്യുക. പക്ഷേ ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂട് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലാണ്. നമുക്കൊരു ചൂട് വായു ഇങ്ങനെ നമ്മളിങ്ങനെ അടിക്കണ മാതിരി തോന്നും.
അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയെന്ന് അറിയില്ല. ഇപ്പോൾ എൻ്റെ ബ്രദറും ഹസ്ബൻഡും ഒക്കെ പറയുന്നു ചൂടിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ അവരിപ്പോൾ ഇത്ര പറയുന്നത്, കരിമ്പള വെള്ളമുള്ള അതേ ചൂട് തന്നെ ആയിരിക്കുമല്ലോ എന്ന്. പക്ഷേ അതൊന്നുമല്ല ചൂടെന്ന് പറയാൻ പറ്റൂല, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല, ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക ചൂടിങ്ങനെ അടിക്കുമ്പോൾ. നമ്മുടേത് ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റാണ്. അതുകൊണ്ട് ഒരുപാട് ഏരിയകളൊന്നുമില്ല, ഒരു ഓപ്പൺ കിച്ചണായിട്ട് ഒക്കെയാണുള്ളത്. ഓരോ ഏരിയകളും ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഫുള്ളും സെറ്റായി ഓർഗനൈസ് ആയതിന് ശേഷം ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഫ്ലാറ്റിൽ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കാണിക്കണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആർട്ടിനും ക്രാഫ്റ്റിനും ഒക്കെ ആയിട്ട് ഞാനൊരു പ്ലേസ് എന്നെ ഫുൾ കണ്ടെത്തി സെറ്റ് ചെയ്ത് ഒക്കെ വരണം. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വരുന്ന കേട്ടോ. അതുകൊണ്ട് എനിക്കിത് വലിയ ടാസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ അതിന് ഞാനൊരു ഏരിയ കണ്ടെത്തണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഒരുവിധമെല്ലാം എൻ്റെ ക്രാഫ്റ്റിൻ്റെയും ആർട്ടിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരുവിധമെല്ലാം എനിക്ക് ഫസ്റ്റിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിലാണെങ്കിലും എനിക്കിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പം ഭയങ്കര കാമാവുന്നതായി തോന്നും കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിക്കാണ്. എനിക്കിപ്പം ഞാൻ സ്ട്രെസ് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഒരു കാപ്പി കുടിക്കും. അത് സ്ട്രെസ്സ് കൂടുമല്ലോ എന്ന് എനിക്കറിയില്ല. കാപ്പി കുടിക്കും. അത് കാപ്പി കുടിക്കാനുള്ളൊരു റീസണും ആണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒതുക്കി വെക്കാനോ അല്ലെങ്കിൽ വെറുതെ നല്ലപോലെ നിൽക്കുന്ന സംഭവമായിരിക്കും. ഞാൻ വെറുതെ മെനക്കെട്ടിട്ട് അത് പകുതിയിലായിട്ട് പോവാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒതുക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസാണ്, മൂഡ് പോലെ ഇരിക്കും. ചില ദിവസം വളരെ മെസ്സി ആയിട്ട് ഞാൻ ഇടാറുണ്ട്. ചില ദിവസം അതിനു വേണ്ടി പെട്ടെന്നൊരു ചിന്തയാണ്, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാലോ എന്നുള്ളത്. അത് ഡിപ്പെൻസാണ്, മൂഡ് പോലെ ഇരിക്കും. ഈ സ്ട്രോബെറി പ്രിൻ്റുള്ള ബെഡ്ഷീറ്റ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ. എനിക്കെന്തോ ഇഷ്ടമായി അതിൻ്റെ പ്രിൻ്റൊക്കെ. പക്ഷെ നമ്മൾ ബെഡിന് ഇത്ര വലിയ ബെഡ്ഷീറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ 2 ആൾ കിടക്കുകയാണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളൊരു സൈസാണ് ബെഡുള്ളത്. അതെന്ത് സൈസാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ചെറുതാണ്. നമ്മൾ ഇതിപ്പോൾ ബെഡ്ഷീറ്റ് പറയുമ്പം ഞാൻ കിങ്ങോ ക്യൂനെറ്റാണ് വാങ്ങിച്ചത്. പക്ഷേ എന്തോ എനിക്കിഷ്ടമായി അത് കാണാനൊക്കെ, ആ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ. പൊതുവേ സ്ട്രോബെറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ വാങ്ങിച്ചതാണ്. ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഇവിടെ അടുത്തുള്ള, അത് മോളാണോ അതോ സൂപ്പർ മാർക്കറ്റാണോ അതിൻ്റെ പേരെന്താണെന്നൊക്കെ ഞാൻ മറന്നുപോയി. അവിടെ പോയപ്പോൾ വാങ്ങിച്ച ഒരു ക്യാൻവാസും. ഈ സംഭവം എന്താ വെച്ചാൽ ഇതിലിങ്ങനെ നമ്പേഴ്സും ലെറ്റേഴ്സും ഉണ്ടാവും. അത് ആ ബാക്കിലുള്ള ബീഡ്സ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് ഞാൻ ഏതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. അവിടെ വേറെയും പല ഡിസൈൻസും ഉണ്ടായിരുന്നു കേട്ടോ, കുറോമീൻ്റെ ഒക്കെ. അത് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സിമ്പിളല്ലേ, അതുകൊണ്ട് കുറോമീൻ്റെ ഒക്കെ എടുത്ത് വളരെ സിമ്പിളാക്കണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ളത് എടുത്തതാണ്. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോഴാണ് ഇതിലെ ചതിയം മനസ്സിലാക്കുന്നത്. ഇതിലിങ്ങനെ ആ കളേഴ്സിനനുസരിച്ചിട്ട് അതിൻ്റെ ലെറ്റേഴ്സും നമ്പേഴ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുൾ ഒട്ടിച്ചത് പോയിപ്പോൾ. ഇത് ഈ ക്യാൻവാസിൽ ഓൾറെഡി അതിൻ്റെ ആ ഒരു ഗമ്മുണ്ടാവും. അപ്പോൾ നമ്മളിത് അതിലൊരു പെന്ന് പോലത്തെ സംഭവമുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ചെയ്യുക. ഇതിൽ ഈ കാണുന്ന പെന്നില്ലേ, ആ പെന്ന് കൊണ്ടാണ് നമ്മൾ കുത്തുക. ആ ഒരു ഗ്രീൻ കളറുള്ള ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീഡ്സ് ഇട്ട് വെച്ചിട്ട് ആ പെന്നുകൊണ്ട് ഇങ്ങനെ കുത്തുക ചെയ്യുക. അതിലുള്ള റെഡ് സംഭവം എന്ന് പറയുന്നത് ബീഡ്സ്, ആ റെഡ് സംഭവത്തിൽ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ആ പെന്നിൻ്റെ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഡ്സ് കയറി നിൽക്കാൻ പറ്റുന്നൊരു ഗ്യാപ്പുള്ള പോലത്തെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗമ്മെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റിക്കി പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ പിക്ക് ചെയ്തിട്ട് വെക്കുക ചെയ്യുക. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ആ കളറല്ല വരിക. ഇതാണ് ഞാൻ ഇതിൽ ചതി എന്ന് പറഞ്ഞത്. ഈ കളറ് നമ്മൾ കറക്റ്റ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ
ഇത് തെറ്റിപ്പോവും. ലാസ്റ്റ് ഞാൻ മാറ്റി ഫുൾ ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂ. നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കാനും ആൾക്കാരിങ്ങനെ പോകുന്നതൊക്കെ കാണാനൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ചൂടിൽ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. പിന്നെ മിതു വരാനായ ഒരു സമയമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്ത് നിന്നാണ്. അപ്പോൾ തന്നെ ഞാൻ ഫുൾ പുഴുങ്ങിയിട്ടാണ് തിരിച്ച് കയറിയത്. പിന്നെ മിതു വന്നതിന് ശേഷം നമ്മളൊരു നടക്കാനൊക്കെ പോയി. കാര്യം ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു എക്സോസ്റ്റ് ആവുന്ന മാതിരി തോന്നിയപ്പം നമ്മൾ ജസ്റ്റ് നടക്കാൻ പോയതാണ്. ആ ഗ്രൗണ്ടിൽ ഇവിടുത്തെ കുട്ടികൾ ഈ ചൂടിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ആ വീഡിയോയിൽ നല്ലോണം കാണുന്നുണ്ടോ അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാര്യം അവർ ഈ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചറൊക്കെ ആയിട്ട് അവർ യൂസ്ഡാണ്. കാര്യം ജനിച്ച് വളർന്ന കുട്ടികളല്ലേ. പക്ഷെ നമുക്ക് നമ്മളെ നാട്ടിൽ ജനിച്ച് വളർന്ന് ഇവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് നോക്കിയിട്ട്. നമ്മളെ നെയ്ബർഹുഡൊക്കെ നല്ല രസമാട്ടോ കാണാനൊക്കെ. ഇപ്പോൾ ചൂടായതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാനോ ചുറ്റും കാണാനോ ഒന്നും അത്ര തോന്നൂല. പക്ഷേ ഈ ഒരു ചൂടത്ത് ഇറങ്ങി നടക്കുന്നത് ഇപ്പം ഞങ്ങളും ഉണ്ടാവും, ആ കളിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അധികം ആരെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഇത് പിന്നെ നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് നടന്നാൽ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഇതിന് കടലിൽ നിന്നാണോ പറയണ്ടേ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന സമയത്ത് ഇത്ര വെള്ളം കയറിയിട്ടില്ല. ഇപ്പം വെള്ളം കയറിയ ഒരു സമയമാണ്. ഞാൻ വന്ന സമയത്ത് വെള്ളം കുറവായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നിൽക്കാൻ ചൂടാണെങ്കിലും ഒരു ഫീലാണ് കേട്ടോ. ഇങ്ങനെ ദൂരേക്ക് കുറേ ബിൽഡിങ്സും ഈ ഒരു വെള്ളത്തിൻ്റെ സംഭവമൊക്കെ കാണാൻ നല്ല ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തൊട്ടുള്ള വീഡിയോസിൽ ഇവിടുത്തെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് കാലത്തേക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.